മുകേഷ് കോടതിയിൽ ചില തെളിവുകളൊക്കെ കൊടുത്തിരുന്നു. നിങ്ങൾ തമ്മിൽ വാട്സ്ആപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നോ? വെറുതെ ഒരു തമാശക്ക്. മൊബൈലിലേക്ക് സാർ അയച്ച പ്രണയ മെസ്സേജുകൾ, കോളുകൾ, മൊത്തത്തിലൊരു ബ്ലൂ മയം. ഉമ്മ ഉമ്മ കിസ്മി മിസ് യു ഡാ. വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ 2009 വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിട്ടില്ല. 2012 ഞാൻ പുള്ളിക്കാരൻ, കാരണം എനിക്ക് പുള്ളിക്കാരനോട് ഒരു ഇടപാടുണ്ടല്ലോ, ഞങ്ങൾ തമ്മിലൊരു ഇടപാടുണ്ട്. ഇടപാടൊക്കെ ആദ്യം തന്നെ തീർക്കാം, ഇന്നാലേ ഇതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇൻട്രസ്റ്റോ? അപ്പൊ ഇത് പലിശക്കാ? പലിശക്കല്ലാതെ ഭയങ്കര തമാശക്കാരല്ലേ. എനിക്ക് പുള്ളിക്കാരനോട് ഒരു ഇടപാടുണ്ടല്ലോ, ഞങ്ങൾ തമ്മിലൊരു ഇടപാടുണ്ട്. അപ്പൊ ഞാൻ എന്റെ പൊന്ന് സാറെ, വിഷമിപ്പിക്കുന്ന ചോദ്യം ഒന്നും ചോദിക്കരുതേ. ഇടയ്ക്കേറി സംസാരിക്കരുത്, അത് ക്ഷമയില്ലാത്തവരുടെ ലക്ഷണമാണ്. ഇതിനിടയിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു. ഞാനൊരു സിംഗിൾ പേരന്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരും, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലേ? സർക്കാരല്ലേ, സാമ്പത്തിക ഞെരുക്കം കാണും. ഞാൻ മോളുടെ ഒരു ഫീസിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പലരോടും ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ച കൂട്ടർ ഇദ്ദേഹത്തിനോട് ചോദിച്ചത് തെറ്റാണോ? ഒരിക്കലും അല്ല. എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? ഞാൻ 25,000 ഞാൻ ചോദിച്ചു മോളുടെ എങ്ങനെ ഫീസിന് വേണ്ടി. അതുകൊണ്ട് അപ്പൊ തന്നെ പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ടു. സോറി കേട്ടോ, ഞാൻ ടൈറ്റ് ആണ്, പൈസ എന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാ. ഞാൻ 25,000 ഞാൻ ചോദിച്ചു മോളുടെ എങ്ങനെ ഫീസിന് വേണ്ടി. ഇങ്ങനെ പല കാരണങ്ങളും പറഞ്ഞ് പല കുട്ടികളും എന്റെ കയ്യിൽ കാശ് വാങ്ങുന്നുണ്ട് ഭവിഷ്യ. എന്നെ കൂടുതൽ പെടുത്തരുത്. വാട്സപ്പ് ചാറ്റിനകത്ത് വളരെ സൗഹൃദത്തോടു കൂടി മിനു സംസാരിച്ച 1-2 വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടല്ലോ മുകേഷുമായിട്ട്. ഇതൊക്കെ ഈ കാലത്ത് സർവ്വസാധാരണല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, നമ്മള് എന്തൊക്കെയാണ് നമ്മൾ പീഡിപ്പിക്കപ്പെട്ടു. ഇനി നമ്മൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ ഈ ഒരു നയപരമായിട്ട് നിന്നാലേ നാളെ ഇദ്ദേഹം വിചാരിച്ച നമുക്ക് ഫിലിം വരെ കിട്ടും വേണമെങ്കിൽ. അതാണ് കാര്യം, ചുമ്മാതല്ല. അല്ലാണ്ട് വെറുതെ ഇവനിങ്ങനൊന്നും ചെയ്യില്ല. ഭയങ്കര ബുദ്ധിയാണല്ലോ. എന്റെയൊക്കെ ബുദ്ധി എന്ത് ബുദ്ധി? അപ്പന്റെ ബുദ്ധി വെച്ച് നോക്കുമ്പോ നല്ല ദീർഘവീക്ഷണമുള്ള ആളാണ്. ഇപ്പൊ ഒരു MLA സ്ഥാനത്തിരിക്കുമല്ലേ, അപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു ജോലിക്കാരൻ എന്തെങ്കിലും പുള്ളിക്കാരൻ ഇങ്ങനെ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. വേറെ ദുരുദ്ദേശമൊന്നുമില്ലല്ലോ നിനക്ക്? വളരെ ഇന്റിമേറ്റ് ആയിട്ട് ചില മെസ്സേജുകൾ അയച്ചിരുന്നു സുഹൃത്തുക്കൾക്കപ്പുറം. നാണല്ലോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ. ഇന്റിമേറ്റ് ആയിട്ട് അങ്ങനെ മെസ്സേജ് അയച്ചിട്ടില്ല. ഉദാഹരണത്തിന് ഒരു സ്മൈലി, ചുംബനത്തിന്റെ ഒരു സ്മൈലി, അതൊന്നും അയച്ചിട്ടില്ല. അതല്ല ഉദ്ദേശം. ഒരു സ്മൈലി ചുംബനത്തിന്റെ സ്മൈലിയും ഒരു സ്മൈലി ഹാർട്ടിന്റെ സ്മൈലിയും ആയിരുന്നു. എപ്പോ? സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇതിന്റെ ഒരു എന്താണ് ഐക്കോൺ, എന്താ പറയാ, അത് അയക്കുമ്പോ നമ്മൾ സ്ട്രേറ്റിലല്ല കൊടുക്കുന്നത്, അതെന്റെ ഒരു സ്നേഹപ്രകടനം. ദാറ്റ്സ് ഓൾ. അതിനെ നിങ്ങൾ ലെസ്റ്റ് ആയിട്ട് കണക്കാക്കരുത് പ്ലീസ്. വീണടുത്ത് കടന്ന് ഉരുളല്ലടാ മോനെ. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. ഇവളത് വലിയ ഇഷ്യൂ ആക്കിയപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി.